കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി കർപ്പൂരക്കുളിർ കാറ്റ് കളിവഞ്ചിപ്പാട്ടായി. നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51 മിനിറ്റും 48 സെക്കൻഡും. ഇനി അല്പസമയത്തിന് ശേഷം കുവൈറ്റ് സിറ്റി മർത്തോമ പള്ളിയുടെ എലക്യൂഷൻ മത്സരത്തിന്റെ പരിപാടിക്രമത്തെ ആസ്പദമാക്കിയ ശബ്ദനാടകം പ്രക്ഷേപണം ചെയ്യും. എങ്ങോട്ടാ? ഒന്ന് സ്കൂൾ വരെ പോവുകയാണ് സാറേ. സ്കൂളിന് പേരില്ലേ? യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂള്. അവിടെ എന്താണ് കാര്യം? കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് സാറേ. കാര്യങ്ങളോ? അതെ സാറേ, പറയാനുള്ളതെല്ലാം ഇന്ന് ഞാൻ പറയും. ചെന്ന ഉടനെ തന്നെ നീ അങ്ങ് കാര്യം പറയുവോ? ഇല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ കാര്യം പറയത്തുള്ളൂ. വിശദമായിട്ട് പറയടാ. 10:30 ആകുമ്പോൾ രജിസ്ട്രേഷൻ തുടങ്ങും. അവിടെ ചെന്നാൽ ഉടനെ ഞാൻ നേരെ രജിസ്ട്രേഷൻ റൂമിലേക്ക് പോകും. എന്നിട്ട് ഞാൻ എന്റെ പേര് പറഞ്ഞ് ചെസ് നമ്പർ വാങ്ങിക്കും. ചെല്ലുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണോടാ? അല്ല, കഴിഞ്ഞ ആഴ്ച വന്നവർക്ക് ചെസ് നമ്പർ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് അവർ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കും. അവിടെ തന്നെ നിൽക്കണമെന്ന് നിനക്ക് നിർബന്ധമാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ പിന്നെ സമയം കളയാതെ ബാക്കി പറയണം. ഞാൻ അവിടെ നിൽക്കാതെ അവര് പറഞ്ഞു തരുന്ന മുറിയിൽ പോയിരിക്കും. പിന്നെ ഞാൻ എല്ലാവരും വരുന്നത് വരെ അവിടെ ഇരിക്കും. ഉറപ്പാണ്? ഉറപ്പാ സാറേ. അവരെന്റെ പേര് വിളിക്കുന്നവരെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. പേര് വിളിക്കുമ്പോൾ നീ എന്തു ചെയ്യും? എടവും വലവും നോക്കാതെ വിളിക്കുന്ന ആളിന്റെ കൂടെ പോകും. എന്നിട്ട് അവര് കാട്ടിത്തരുന്ന മുറിയിൽ പോയി ഇരിക്കും. ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, വേണമെങ്കിൽ നിൽക്കാം. എന്നാ പിന്നെ ഇരിക്കും. ആ മുറി നീ ഒറ്റയ്ക്കാണോ? അല്ല, ആരെങ്കിലും കൂടെ കാണും. ആരെങ്കിലുമോ? അല്ല, പ്രോഗ്രാം കൺവീനർ കൂടെ കാണും. അവർക്ക് എന്താണ് അവിടെ നിന്റെ കൂടെ കാര്യം? അവർ എന്നോട് തീം പറഞ്ഞു തരും. അല്ലാതെ നിനക്ക് തീം അറിയത്തില്ല? തീം അറിയാം, ഞാൻ ഉദ്ദേശിച്ചത് സബ് തീം പറഞ്ഞു തരുമെന്നാണ്. അങ്ങനെ വ്യക്തമാക്കി പറയണം. എന്നിട്ട് അതും കേട്ടിട്ട് നീ എന്തെടുക്കും? ഞാൻ അവിടെ ഇരുന്ന് ധ്യാനിക്കും. ധ്യാനിക്കുമോ? അല്ല, ആലോചിക്കും. എന്തിനെ പറ്റി? തന്ന വിഷയത്തെ പറ്റി. അല്ലാതെ ഞാൻ അവിടെ ഇരുന്ന് വേറെ എന്ത് ചെയ്യാനാ? കൂടുതൽ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട. അവിടെ ഇരുന്ന് ദിവസം മുഴുവൻ ആലോചിക്കുമോ നീ? അല്ല, 5 മിനിറ്റ് കൊണ്ട് ആലോചിക്കാനുള്ളതെല്ലാം ആലോചിച്ച് ഞാൻ ഇറങ്ങിക്കോളാം. 5 മിനിറ്റ്? അത്രേ ഉള്ളൂ. 1 മിനിറ്റ് പോലും അധികം എടുക്കത്തില്ല. 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇറങ്ങും. ആഹാ, അങ്ങനെ നീ സ്വയമേ അവിടുന്ന് അങ്ങ് ഇറങ്ങുമോ? ഇല്ല, അവര് വിളിച്ചാലേ ഇറങ്ങത്തുള്ളൂ. പിന്നെ 5 മിനിറ്റിന് ഇറങ്ങുമെന്ന് പറഞ്ഞത്? അവരെ 5 മിനിറ്റിനുള്ളിൽ വരുമല്ലോ. അവരാരാ മക്കള്? നമുക്കധികം സമയം തരുമോ? തന്നാൽ നീ എന്താ എടുക്കത്തില്ലേ? ഓ, സന്തോഷത്തോടെ. എന്നിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകും? അടുത്ത മുറിയിലേക്ക്, ജഡ്ജി അമ്മാന്മാരിയ്ക്കുന്ന മുറിയിലേക്ക്. അങ്ങോട്ട് തന്നെ പോകുമെന്ന് ഉറപ്പാണോടാ? ഉറപ്പാണ് സാറേ. അല്ലാതെ വീട്ടിൽ പോകണമെന്നൊന്നും പറയില്ലല്ലോ? ഇല്ല സാറേ, ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. പറയാനൊന്നും അറിയത്തില്ലെങ്കിലോ? അങ്ങനെയൊന്നും അറിയാത്ത വിഷയമാണ് തരുന്നതെങ്കിൽ വായിലിരിക്കുന്നത് കേൾക്കും. എങ്ങനെ? അല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കും. ഗദ്ഗതം ഉള്ളീന്ന് വരുമ്പോൾ അതൊരു ഗർജനമായി മാറും. നിലവിളിയാകാതിരുന്നാൽ മതി. ആട്ടെ, പറയാനുള്ള മൊത്തം പറയുമോടാ? എല്ലാം പറയും. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയും. ആഹാ, നീ അങ്ങനെ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ? അല്ല, 5 മിനിറ്റിനുള്ളിൽ പറയാനുള്ളത് പറയും. ഏറിയ 1 മിനിറ്റും കൂടെ അധികം എടുക്കും. 6 മിനിറ്റ് കഴിഞ്ഞേ ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഉറപ്പാണ്? എന്നെ വിശ്വസിക്കാം സാറേ. എന്നിട്ടെന്താ? ഞാൻ അങ്ങ് പോകും. നീ നേരെ അങ്ങനെ അങ്ങ് പോകുമല്ലേ? ക്ഷമിക്കണം സാറേ, ഫോട്ടോ കൂടെ എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം? എല്ലാം അറിയാം സാറേ. അവരെല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആട്ടെ, അതിനുശേഷം? അതിനുശേഷം കഴിക്കാൻ വല്ലതും തന്നാ മേടിച്ചോണ്ട് പോകും. എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. ഇയാൾ ആരാ?
ഇതോടുകൂടി ഒക്ടോബർ 31 നടക്കാനിരിക്കുന്ന എലക്യൂഷൻ മത്സരത്തിന്റെ പരിപാടിക്രമത്തെ ആസ്പദമാക്കിയ ഹാസ്യശബ്ദാവിഷ്കാരം ഇവിടെ സമാപിക്കുന്നു. റേഡിയോ രൂപരചന വിനോദ് എബ്രഹാം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ബിജോയ് ജേക്കബ്, തോമസ് മാത്യു. ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നമസ്കാരം നേർന്നുകൊണ്ട് ഞാൻ നീത സലോമി. ഓ എനിക്ക് മടുത്തു. എടി നീ അപ്പുറത്തെ വീട്ടിലെ അമ്മൂനെ കണ്ടു പഠിക്ക്. എത്ര കൃത്യനിഷ്ഠ. ഇവിടെ 9 മണിയായിട്ടും വെള്ളം കോരല. അതെ, അമ്മുവിന്റെ ഭർത്താവ് വിവേകിയാ. ആകാശ് പമ്പ് സെറ്റ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വോൾട്ടേജ് ക്ഷാമം അവരെ ബാധിക്കുകയില്ല. നിങ്ങളും വിവേകിയാകൂ. കാർഷിക ആവശ്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കും പമ്പ് സെറ്റ് വാങ്ങുമ്പോൾ കുറഞ്ഞ വോൾട്ടേജിലും പ്രവർത്തിക്കുന്ന ആകാശ് തെരഞ്ഞെടുക്കൂ.